ഹലോ ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ്. വിവാഹത്തിൻ്റെ തലേദിവസത്തെ ആ ഫംഗ്ഷനൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സമയത്ത് എല്ലാം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാവുമ്പോൾ നന്ദു അവിടെയുണ്ട്. നന്ദു ഭയങ്കര വിഷമത്തിലാണ്. നന്ദു ഒന്നിലും പങ്കെടുക്കാൻ താല്പര്യമൊന്നും കാണിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ജലജയ്ക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. കാരണം നന്ദുവും അനിയും കൂടി സംസാരിക്കുന്നതും കനകദുർഗ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുന്നതും ഒക്കെ ജലജ മാറി നിന്ന് കണ്ടു. അപ്പോൾ ജലജയ്ക്കൊരു സംശയമുണ്ട്, നന്ദുവിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു. ഇതെന്തോ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നന്ദുവിന് എന്തോ ഇഷ്ടക്കുറവുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ജലജ. അപ്പോൾ അതിനായിട്ട് എങ്ങനെ നന്ദുവിൻ്റെ മനസ്സറിയാം എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ അഭിയോട് പറയാണ്, എടാ മണ്ട അഭി, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ ഇവിടെ പുകഞ്ഞു പൊങ്ങുന്നുണ്ട്, അത് നമുക്കറിയണം എന്ന് പറയാം. അപ്പം അഭി പറയുന്നുണ്ട്, എവിടെ എന്ത് പ്രശ്നം? ആ അനാമിക, അവളാളത്ര ശരിയൊന്നുമല്ല, കുഴപ്പമില്ല, എനിക്ക് അവൾ തന്നെ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയാണ്, അങ്ങനെയൊന്നും വേണ്ട, അവൾ നല്ല പണമുള്ള വീട്ടിലേ, നിൻ്റെ ഭാര്യയെ പോലെയല്ല, അവളെ കുടുംബത്തിൽ വന്ന് കയറാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് വില, അറിയാവോ? അതുപോലെ എന്തോ ഉണ്ടറാ ഈ നന്ദുവും അനിയും തമ്മിൽ, ഇല്ലെങ്കിൽ പിന്നെ അവളുടെ മുഖം നീ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുക. ഞാനെങ്കിലും ശ്രദ്ധിച്ചില്ല എന്ന് അബി പറയുന്നു. അതെ, അവൾക്ക് എന്തൊക്കെയോ ഉണ്ട്, അവളുടെ മനസ്സിലുമുണ്ട്. കനകയും എല്ലാവരും എന്തൊക്കെയോ നമ്മിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് നമുക്കറിയണം. അവിടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടെന്ന് പറയുക. അപ്പോൾ അബി പറയാം, അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്, ഈ ജ്യൂസിൽ കുറച്ച് മദ്യം കലർത്തിയിട്ട് അത് അവളെ കൊണ്ട് കുടിപ്പിക്കണം. അയ്യോ, ഞാൻ കൊടുത്താലൊന്നും അവൾ കുടിക്കില്ല എന്ന് പറയാണ് കേട്ടോ അഭി. അപ്പോൾ പറയാം, എടാ നീയല്ല, ആ അനിയുടെ കൊടുത്തു വിടുക, അവൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. അവൻ കൊടുത്തു കഴിയുമ്പോൾ അവൾ കുടിക്കുമല്ലോ, അവൾ കുടിച്ച് ബോധം പോയി കഴിയുമ്പോൾ അവളുടെ മനസ്സിലുള്ളതെല്ലാം പുറത്ത് വരും, നമുക്കങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ ജലജ പറയാം കേട്ടോ. ശരി അമ്മേ, അങ്ങനെ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ അഭി ജ്യൂസിൽ മദ്യം നന്നായിട്ട് കലർത്തിയിട്ട് അനിയുടെ കൊടുക്കണം. എടാ അനി, നീ ഇങ്ങനെ നിൽക്കാതെ, ദേ ആ നന്ദു വിഷമിച്ചിരിക്കുന്ന, അവൾക്ക് കൊണ്ടോ ഈ ജ്യൂസ് നീ കൊടുക്ക് എന്ന് പറയണം. അപ്പോൾ അനി പറയാം, അതെന്ത് ഞാൻ കൊടുക്കുന്നത്, കൊടുക്ക് എന്ന് പറയാം. അങ്ങനെ അനിയുടെ കയ്യിൽ ജ്യൂസ് കൊടുത്തു വിടുകയാണ്. അനി കൊണ്ട് ജ്യൂസ് നന്ദുവിന് കൊടുക്കുകയാണ്. എന്താ അനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു ആകെ വിഷമത്തിലാണ്. അനിയുടെ മുഖത്തോട്ട് പോലും നോക്കാൻ നന്ദുവിന് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അനി കൊണ്ട് ജ്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നന്ദു അത് വാങ്ങി കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുടിച്ചു കഴിയുമ്പം തൊട്ട് നന്ദുവിന് വല്ലാതെ ഒരു ഇത് തോന്നുവാണ്. ആകെപ്പാടെ ഒരു ബോധം പോയ അവസ്ഥയിലേക്കൊക്കെ ആകാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യമാണല്ലോ അതിൽ. ആകെപ്പാടെ വല്ലാതെയായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്ദു അവിടെ വീഴാനൊക്കെ പോകുമ്പോഴേക്കും ആകെപ്പാടെ ജലജയൊക്കെ എന്താ ഇത് എന്നൊക്കെ പറയുക. അപ്പോൾ ജലജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം നന്ദുവിനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ജലജ. നീ ഇങ്ങ് വന്നേ നിന്ദു, നീ ഈ മുറിയിരുന്നോ, നിനക്ക് എന്താ പറ്റിയത്, തല കറങ്ങുന്ന പോലൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ നന്ദുവിനെ റൂമിൽ കയറ്റി ഇരുത്തുകയാണ് ജലജ. അപ്പോൾ എന്നിട്ട് പതുക്കെ ജലജ ചെന്നിട്ട് ചോദിക്കുക, എന്താ നന്ദു നീ? അപ്പം ജലജ വരുന്ന കാണുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇതാര്, രാക്ഷസിയോ ഭദ്രകാളിയാണോ ഈ വരുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുക, ഭദ്രകാളി, അവൾ എന്നെ വിളിക്കുന്ന കേട്ടില്ലേ, ഞാൻ നിന്നെ ശരിയാക്കി തരാടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ജലജ. എന്നിട്ടും ജലജ ഒന്നും പറയുന്നില്ല. മോളെ നന്ദു എന്നൊക്കെ പറഞ്ഞ് ജലജ ചെല്ലുക. അപ്പോൾ നന്ദു പറയണം, വരൂ ഭദ്രകാളി, ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. എന്നിട്ട് നന്ദു ബോധമില്ലാതെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, എനിക്ക് അനിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജലജ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് നന്ദു അറിയാതെ. എന്നിട്ട് നന്ദു പറയുകയാണ്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് ആദ്യമൊന്നും അവനോടൊരു താല്പര്യമില്ല, അവൻ എന്നോട് ഇഷ്ടമായിരുന്നു, അവൻ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ സമയം ഞാൻ അവനോട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അവനെ എനിക്ക് വിവാഹം കഴിക്കായിരുന്നു, എനിക്കിന്ന് അവനെ നഷ്ടപ്പെടില്ലായിരുന്നു, എനിക്ക് അവനോട് പ്രണയമുണ്ട്, പക്ഷേ ഞാൻ അവനോട് ഇല്ലയെന്ന് പറഞ്ഞു, പക്ഷേ ഇന്ന് ഞാൻ അതിന് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിൽ ബോധമില്ലാതെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നന്ദു. അപ്പം ജലജ ഇതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ജലജ വിചാരിക്കുന്നുണ്ട് എനിക്കുള്ളത് കിട്ടി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതിനൊക്കെ ശേഷം അവിടെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അനാമികയുമുണ്ട്, അനിയുമുണ്ട് സ്റ്റേജിൽ. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഓരോരോ പരിപാടികൾ, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എല്ലാം നടക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളും ഒക്കെ.
അപ്പോഴാണ് നന്ദു അവിടെ എത്തുന്നുണ്ട്. അപ്പം നന്ദു എത്തുന്ന വല്ലാത്തൊരവസ്ഥയിലാണ്, ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പം കനക ഓർക്കുന്നുണ്ട്, ദൈവമേ ഇവളെന്താ ഇങ്ങനെ, ഇവളിപ്പോൾ പോയി വെള്ളം അടിച്ചോ, ഇവളിങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കനക ഓർക്കുന്നുണ്ട്. പക്ഷേ നന്ദു ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ അനിയും ഭാര്യയും കൂടെ നിൽക്കുമ്പോൾ, അനാമികയും കൂടെ നിൽക്കുമ്പോഴേക്കും നന്ദു അങ്ങോട്ട് ചെല്ലുവാണ്. നന്ദു അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, ഹാപ്പി വെഡ്ഡിങ് ഡേ അനി, അനിക്ക് വിവാഹ മംഗള ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ നന്ദു ആ സ്റ്റേജിൽ നിന്നിട്ട്. അനി അങ്ങ് വല്ലാതാവുകയാണ്, അനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കനക, അയ്യോ ഇവളെന്താ ഈ ഒപ്പിക്കുന്നത്, ഇവളിതെല്ലാം നശിപ്പിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് നന്ദു അനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, അനി ഐ ലവ് യു അനി, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ പറയാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ടു പോവുകയാണ്, നയനയും നവ്യയും എല്ലാവരും അന്തം വിട്ടു പോവുകയാണ്. ദൈവമേ ഇവളെന്താണ്, ഇവൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പം വലിയച്ഛനും ചെറിയച്ഛനും കൂടെ പറയുന്നുണ്ട്, അയ്യോ നമ്മൾ ഒഴിച്ചു വെച്ച മദ്യം എങ്ങാനും എടുത്ത് ഇവൾ കുടിച്ചോ, ഇവൾക്കിപ്പോൾ ബോധമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ അവിടെ വരികയാണ്. ഇതെന്താ ഈ കാണിക്കുന്നത്, ഇവള് ഈ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഇടയിൽ ഇങ്ങനെ അലമ്പൊന്നും ഉണ്ടാക്കാറില്ല, ഇവൾ അങ്ങനെയല്ലല്ലോ, ഇതെന്തൊരു മോശമാണ്, ഇത് കുടുംബ മഹിമ കാണിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം നവിക്കും നയനയ്ക്കും ഒക്കെ വിഷമാവുകയാണ്. കനകയാണെങ്കിൽ വലിച്ചുകൊണ്ട് പോവുകയാണ്, നന്ദു നീ ഇവിടെ വന്നേ നീ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് നന്ദുവിനെ. അങ്ങനെ അനി അങ്ങ് വല്ലാത്ത അവസ്ഥയിലാവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് നന്ദുവിനോട്. നന്ദുവിനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് അനാമിക ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ബാക്കി കഥ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്